ിലേക്ക് വരാം. ഇപ്പോൾ കെ രമ എം എൽ എ ടെലിഫോൺ ലൈനുണ്ട്. കെ രമ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കടുത്ത നടപടി നേരത്തെ തന്നെ വേണ്ടതായിരുന്നു എന്നൊരു വിമർശനമുണ്ട്. അത് ശരിയല്ലേ? ശരിവെക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് അത് മാതൃകാപരമാണ്. ഞാൻ ആ കാര്യത്തിൽ നിൽക്കുകയാണ്. കാരണം ആരോപണം ഉയർന്നു വന്ന ഉടനെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത്തരം നടപടിയിലേക്ക് ഒരു പാർട്ടി പോയി എന്നത് മറ്റൊരു പാർട്ടിയിലും കാണാത്ത ഒരു കാര്യമാണ്. ആരോപണം ഉയർന്നു വന്ന പല വ്യക്തികളും അതേ പാർട്ടിയിൽ ഇരിക്കുകയും MLA സ്ഥാനത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുകയാണ്. അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇനിയും വീണ്ടും ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന സ്ഥിതിക്ക് ഇനി കടുത്ത നടപടിയിലേക്ക് ആ പാർട്ടി നീങ്ങേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരാള് ഒരു MLA സ്ഥാനത്ത് ഇരിക്കുന്നത് പോലും അർഹനല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ആ MLA സ്ഥാനം കൂടി രാജിവെച്ച് അന്വേഷണത്തെ നേരിടുകയും കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവിമുക്തനാക്കി പുറത്തു വരാൻ സാധിക്കും. ഏതായാലും ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് ആ തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. അത് കോൺഗ്രസ് പാർട്ടി ആദ്യം സ്വീകരിച്ച നിലപാട് മാതൃകാപരമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം തീവ്രത അളക്കാൻ നിന്നിട്ടില്ല, പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പാർട്ടിക്ക് തന്നെ KPCC നേതൃത്വത്തിന് പരാതി കിട്ടപ്പോൾ നേരെ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. അത് പാർട്ടി കോടതി പരിശോധിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് നിലപാട്. അങ്ങനെ നിലപാടെടുക്കണം. പക്ഷെ ഇനിയും കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കുന്നത് ശരിയല്ല. ആ നിലപാട് കൂടി പാർട്ടി സ്വീകരിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി.